ശുഗപുരം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എടപ്പാളിലാണ് ഈ അതിപുരാതന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് 2 നിലയുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്താ ഇവിടെ ഒരു മയില് നല്ല രീതിയുണ്ട് ഇല്ലേ. പിന്നെ കമ്പനിയില്ല. ഇവിടെ താഴത്ത് ഒരു കുളങ്ങര തേവരുണ്ട്. അവിടെ ഒരു ചെറിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി നടക്കുന്നുണ്ട്. ഇതാണ് കുളങ്ങര തേവർ. ഇത് നമ്മുടെ നാഗലിംഗ പുഷ്പത്തിൻ്റെ മരമാണ്. ശ്രീ ഭാഗവതം സപ്താഹ രൂപത്തിൽ പേഷത്ത് രാജാവിനെ ഉപദേശിച്ച ശുഗമഹർഷി ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം കാശി വിശ്വനാഥനെ സങ്കല്പിച്ച് ധ്യാനിച്ചിരുന്ന സ്ഥലം. ഈ തീർത്ഥക്കിണർ കാശിയിലേക്കുള്ള പാതാവായിരുന്നുവെന്നും ഇതിലെ ജലം ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്നും ഇവിടെ നിന്ന് വടക്ക് ഭാഗത്ത് നോക്കി തൊഴുന്നത് കാശി വിശ്വനാഥനെ ദർശനത്തിന് സമാനമാണെന്നും മുൻകാലങ്ങളിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നവിധികളിൽ പറയുന്നു. ഇത് ശുഗമുനിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിലേക്ക് ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പണ്ട് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനമൊക്കെ ആയിരിക്കും. കുറച്ച് ജലമുണ്ട് അവിടെ. അപ്പോൾ ഏറ്റവും മുന്നേ തന്നെ ക്ഷേത്രക്കുളം ഇവിടെ ഉണ്ട്. അഞ്ചേകാല് മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മുതൽ 7:30 വരെയാണ് ക്ഷേത്ര ദർശന സമയം. മണല്യാർക്കാവ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. കുളത്തിൻ്റെ പരിസരത്ത് തന്നെയാണ്. ഞാൻ നേരത്തെയും കാണിച്ചിരുന്നു. അത്